ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രഷ് കട്ടറിലെ ഏറ്റവും പ്രധാന ഭാഗമായ ക്ലച്ചുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്ലച്ചുകളാണ് കമ്പനി ക്ലച്ചുകളെന്ന് പറയുന്നത്. അതായത് ബ്രഷ് കട്ടർ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരും. വളരെ ലൈറ്റായിട്ടുള്ള പാഡായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ എന്നൊക്കെ പറയും, അതായിരിക്കും അതിലുള്ളത്. ഇത് ഒരു 4 സ്ട്രോക്ക് ബ്രഷ് കട്ടറിൻ്റെ ക്ലച്ചാണ്. ഇത് ഹിറ്റാച്ചി അല്ലെങ്കിൽ ഹസ്കർണ അങ്ങനെയൊക്കെയുള്ള ബ്രഷ് കട്ടറുകളിൽ ഉപയോഗിക്കാവുന്ന ക്ലച്ചാണ്. ഇതിന് പൊതുവേ അലുമിനിയം ക്ലച്ചുകളെന്നൊക്കെ പറയും. മെറ്റൽ, വളരെ ലൈറ്റായ മെറ്റൽ കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. വളരെ നല്ല ക്ലച്ചുകളാണ് അതൊക്കെ. ഇത് ഒലിമാക്ക് എന്ന് പറയുന്ന ബ്രഷ് കട്ടറിൽ, അല്ലെങ്കിൽ മറിയാമ്മ അങ്ങനെയൊക്കെയുള്ള ബ്രഷ് കട്ടറുകൾ ഉപയോഗിക്കുന്ന ക്ലച്ചാണ്. ഇതും ഒരു ഹൈ ക്വാളിറ്റി മെറ്റൽ ക്ലച്ചാണ്. കൂടുതലും പ്രൊഫഷണലായിട്ടുള്ള ബ്രഷ് കട്ടറുകളിൽ ഇങ്ങനെയുള്ള ക്ലച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു സ്റ്റീൽ ബ്രഷ് കട്ടറിൽ ഉപയോഗിക്കാവുന്ന ക്ലച്ചാണ്. കുറച്ച് നാളുകളായി ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ ഞാൻ ഇന്ന് അതിൽ കോമൺ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയുവാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ക്ലച്ചിന് കൂടുതൽ തേയ്മാനം ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാരണം ട്രിമ്മർ ലൈൻ നീളത്തിലിടുന്നതാണ്. ട്രിമ്മർ ലൈൻ നമ്മൾ ഏകദേശം ഒരു 7 ഇഞ്ച് മുതൽ 9 ഇഞ്ച് വരെ നീളത്തിലാണ് ട്രിമ്മർ ഹെഡിൽ നിന്ന് പുറത്തേക്ക് നിൽക്കേണ്ടത്. ചിലപ്പോൾ 10 ഇഞ്ച് 12 ഇഞ്ച് ഉപയോഗിക്കുന്നവരെ വരെ എനിക്കറിയാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ക്ലച്ചിന് തേയ്മാനം കൂടുന്നതാണ്. അപ്പോൾ ട്രിമ്മർ ലൈൻ്റെ നീളം കൃത്യമായി ഉപയോഗിക്കുക. രണ്ടാമതായി ക്ലച്ച് തേയ്മാനത്തിൻ്റെ മറ്റൊരു കാരണം ഗിയർ സെറ്റിൻ്റെ ഗ്യാപ്പാണ്. അതായത് ട്രിമ്മർ ഹെഡിൻ്റെയും ഗിയർ സെറ്റിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിലൂടെ വള്ളികളൊക്കെ ചുറ്റിക്കയറുകയും അങ്ങനെ ബ്രഷ് കട്ടറിലേക്ക് കൂടുതൽ ലോഡ് വരികയും ചെയ്യും. ബ്രഷ് കട്ടറിലെ ലോഡ് എന്ന് പറയുമ്പോൾ ക്ലച്ചിലേക്കാണ് കൃത്യമായിട്ട് അതിൻ്റെ ലോഡ് വരുന്നത്. അത് ഞാൻ മുൻപോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കുന്നത് എങ്ങനെ? ഒന്നാമതായിട്ട് ഇതുപോലെ ഒരു ബ്ലേഡ് നമ്മൾ ട്രിമ്മർ ഹെഡിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വള്ളി, പുല്ല് എന്നിവ കുടുങ്ങുന്നത് കുറച്ച് കുറയാനിടയാകും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് പരിഹരിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് പുല്ലും വള്ളിയും കയറാത്ത രീതിയിലുള്ള ഗിയർ സെറ്റുകൾ, അതായത് ഇപ്പോൾ കാണുന്ന പോലെയുള്ള ഗിയർ സെറ്റുകൾ ഉപയോഗിച്ചാൽ ക്ലച്ചിൻ്റെ തേയ്മാനം കുറയും. കാരണം പുല്ലും വള്ളിയും ഒന്നും ചുറ്റുകയില്ല. അങ്ങനെ ക്ലച്ചിലേക്കുള്ള ലോഡ് കുറയും. അങ്ങനെയും നമുക്ക് ഇത് പരിഹരിക്കാവുന്നതാണ്. മൂന്നാമതായി പറയാനുള്ള കാരണം ക്ലച്ച് ഡ്രമ്മിൻ്റെ പ്രശ്നമാണ്. അതായത് മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ക്ലച്ച് തട്ടി ക്ലച്ച് ഡ്രമ്മിൻ്റെ ഉൾഭാഗം ഡാമേജ് ആകുകയും വരകൾ വീഴുകയൊക്കെ ചെയ്യും. അതിലേക്ക് നമ്മൾ പുതിയ ക്ലച്ച് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തേഞ്ഞു പോകും. ഇത് വളരെ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം ക്ലച്ച് ഡ്രമ്മിൽ വരകൾ വീഴുന്നതാണ്. പരിഹാരം ഇങ്ങനെ കണ്ടാൽ നമ്മൾ അത് ലെയ്ത്തിൽ കൊടുത്ത് ഒന്നുകിൽ ഉരപ്പിച്ച് ലെവലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്ലച്ച് ഡ്രം മാറുക. അടുത്തതായി പറയാനുള്ളത് ക്ലച്ച് ഡ്രമ്മിലെ ബെയറിംഗ് ആണ്. ഈ ബെയറിങ്ങിന് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ, അല്ലെങ്കിൽ അത് സ്റ്റക്കാവുകയോ അല്ലെങ്കിൽ അതിൽ ഓവലായിട്ട് ഷെയ്ക്ക് ആകുകയോ ചെയ്താൽ ക്ലച്ച് തേയ്മാനം കൂടുന്നതാണ്. അങ്ങനെ ഒരു ഷെയ്ക്ക് കാണുകയോ അല്ലെങ്കിൽ സ്റ്റക്കായതായി കാണുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് ബെയറിംഗ് മാറുക. അടുത്ത ചോദ്യം, എല്ലാ ക്ലച്ചുകളും എല്ലാ ബ്രഷ് കട്ടറുകളിലും സൂട്ടാകുമോ? ഒരിക്കലുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ ബ്രഷ് കട്ടറിനും അതിൻ്റേതായ ക്ലച്ചുകളുണ്ട്. അതുതന്നെയാണ് ഉപയോഗിക്കാൻ കഴിയുക.
എന്നാൽ ചുരുക്കം ചില ക്ലച്ചുകൾ, ഉദാഹരണത്തിന് ഈ ക്ലച്ച് 4 സ്ട്രോക്കിലും 2 സ്ട്രോക്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ ക്ലച്ചുകളും എല്ലാ ബ്രഷ് കട്ടറുകളിലും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അടുത്തൊരു ചോദ്യമായിരുന്നു, ബ്രഷ് കട്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ? ബ്രഷ് കട്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ആക്സിലേറ്റർ കേബിളുകൾ സ്റ്റക്കായിരുന്നാൽ ബ്രഷ് കട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കറങ്ങുന്നതാണ്. അതുപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ ടോപ്പ് ഭാഗം പിന്നോട്ട് പോകാതെ ഇരുന്നാലും ബ്രഷ് കട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് കറങ്ങുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ ക്ലച്ച് ഡ്രമ്മിൽ കയറി പിടിക്കുന്ന ക്ലച്ച് റിട്ടേൺ വരാതിരുന്നാൽ ബ്രഷ് കട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് ഭാഗം കറങ്ങുന്നതാണ്. അതിൻ്റെ പരിഹാരം ഹൗസിങ്ങിൽ 4 ബോൾട്ട് അഴിച്ച് ക്ലച്ച് റിലീസാക്കി കൊടുക്കണം. ആവശ്യമെങ്കിൽ വേവ് വാഷർ ഇട്ട് കൊടുത്ത് കറക്റ്റാക്കണം. അടുത്തതായിട്ടുള്ള ചോദ്യമാണ്, ക്ലച്ചിൻ്റെ പ്രശ്നം കൊണ്ട് വൈബ്രേഷൻ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് 2-3 കാരണങ്ങൾ കൊണ്ട് വൈബ്രേഷൻ ഉണ്ടാകാം. ഒന്ന്, ക്ലച്ചിൻ്റെ ബോൾട്ട് ഇടുന്ന ഈ ഹോളുകൾ ഓവലായാൽ വൈബ്രേഷൻ ഉണ്ടാകും. രണ്ടാമതായിട്ട് ക്ലച്ചിൻ്റെ പാഡിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ, അല്ലെങ്കിൽ പൊട്ടലോ അല്ലെങ്കിൽ മറ്റ് ഡാമേജുകൾ ബ്രഷ് കട്ടറിന് വൈബ്രേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്പ്രിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും വൈബ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്പ്രിങ് ലൂസാകുക അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ഏതെങ്കിലും ഭാഗം ഡാമേജ് ആകുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഹൈ വൈബ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നമ്മൾ ബ്രഷ് കട്ടറുകൾ മേടിക്കുമ്പോൾ ആദ്യത്തെ ക്ലച്ച് വളരെ പെട്ടെന്ന് പോകുന്നു, അതിൻ്റെ കാരണം എന്താണ്? ഒരു ക്ലച്ച് ഫിറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ക്രാങ്ക് ഷാഫ്റ്റിൽ ഫ്ലൈ വീലാണ്. ആ ഫ്ലൈ വീലിലേക്കാണ് നമ്മൾ ക്ലച്ച് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലച്ചിലുണ്ടാകുന്ന ഒരു ചെറിയ ഷോക്ക് പോലും നേരെ ക്രാങ്കിലേക്കാണ് ചെല്ലുന്നത്. അതായത് എൻജിൻ്റെ മെയിൻ ഭാഗമാണ് ക്രാങ്ക്, അതിൻ്റെ മുകളിൽ പിസ്റ്റൺ സിലിണ്ടറൊക്കെ വരുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു ഷേക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് വന്നാൽ നേരെ അത് എൻജിനെയാണ് ബാധിക്കുക, അല്ലെ ക്രാങ്ക് ഷാഫ്റ്റിനെയാണ് ബാധിക്കുക. അതിലൂടെ കംപ്ലീറ്റ് എൻജിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് കമ്പനിക്കാർ ആദ്യം ക്ലച്ച് തരുന്നത്. വളരെ കുറച്ച് മണിക്കൂർ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം പുതിയ ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്നവർ ഒരുപക്ഷെ അറിയുന്നവരാവാം അല്ലെങ്കിൽ അറിയാത്തവരാവാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മെഷീനിൽ വരുന്ന ഒരു ലോഡും ക്രാങ്കിലേക്ക് എത്താതിരിക്കാൻ അല്ലെങ്കിൽ ക്ലച്ച് വെച്ച് തന്നെ തീരാനാണ് അവർ വളരെ നൈസായിട്ടുള്ളൊരു പാഡ് അതിലുപയോഗിക്കുന്നത്. ഒടുവിലത്തെ ചോദ്യം, ക്ലച്ചുകൾ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വാഹനങ്ങളുടെ പാഡ് ഉപയോഗിച്ച് ഒട്ടിച്ചുപയോഗിക്കുന്നത് പ്രശ്നമുണ്ടാക്കുമോ? ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനുള്ളത്, ഞാൻ ഇത്രയും നേരം ഞാൻ എങ്ങനെയാണ് ഒരു ഫ്ലൈ വീലിൽ ക്ലച്ച് ഫിറ്റ് ചെയ്യുന്നത്, അതുവഴി ക്രാങ്കിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഓരോ ചലനവും ബാധിക്കുക, ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് യൂട്യൂബർമാർ ഈ ക്ലച്ച് ഒട്ടിച്ചുപയോഗിക്കുന്നതിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെയൊന്നും വിമർശിക്കുന്നില്ല. എന്നാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഓട്ടോറിക്ഷയാകട്ടെ അല്ലെങ്കിൽ ടെമ്പോ ആകട്ടെ, അതിൻ്റെയൊക്കെ ഈ ബ്രേക്ക് ഷൂകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പാഡുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ വാഹനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഡ്രമ്മുകൾക്ക് വേണ്ടിയിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബ്രഷ് കട്ടറിൻ്റെ ക്ലച്ചുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പാഡ് നിർദ്ദേശിച്ചിരിക്കുന്ന എഞ്ചിനീയർമാർ അതിന് പറ്റുന്നതാണ്, അതിന് ലോഡ് എടുക്കുന്ന ടൈപ്പാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തേയ്മാനം കുറവുള്ള പാഡുകൾ ഉപയോഗിച്ച് ക്ലച്ച് ഒട്ടിച്ചാൽ വൈബ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഡ്രമ്മിന് വേഗം കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എൻജിനിലേക്കും, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് വഴി എൻജിനിലേക്കും കൂടുതൽ ലോഡ് ചെല്ലാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ക്ലച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.